ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മളെടുത്ത തീരുമാനമായിരുന്നു നാട്ടിലേക്ക് പോകാമെന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, ജമ്മുവിൽ അന്നേരത്തെ ഭീകരാവസ്ഥ തന്നെയായിരുന്നു. കാരണം അങ്ങനെ നമ്മൾ പെട്ടെന്ന് വണ്ടിയൊക്കെ പിടിച്ച് ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അവർ കൈകൊണ്ട് തന്നെ പരത്തിയാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ ട്രെയിൻ വന്നു. നമ്മൾ വന്ദേ ഭാരതിനായിരുന്നു ഡൽഹിയിലേക്ക് ബുക്ക് ചെയ്തത്. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിനകത്ത് കയറി. ആദ്യം പത്രം വന്നു, പിന്നെ വെള്ളം വന്നു, പിന്നെ രാവിലത്തെ ചായയുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ചൂടുവെള്ളവും കൂടി കൊണ്ടുവച്ചു. അങ്ങനെ ആ മിക്സൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ചായ ഞാൻ കുറച്ചൊന്ന് കുടിച്ച് നോക്കി. പക്ഷേ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. അതിൻ്റെ ശേഷം പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കുറേ നേരം ബോറടിച്ച് പിന്നെ കുറേ നേരം കാഴ്ച കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്നു. രാവിലെ പോഹയും പിന്നെ ഒരു കട്ട്ലറ്റ് പോലത്തൊരു സാധനവും പിന്നെ ബിസ്ക്കറ്റും സോസും ഒക്കെ ആയിരുന്നു. പിന്നെ തൈരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കട്ട്ലറ്റും പോഹ എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമല്ല. പിന്നെ വിശപ്പുണ്ടായതുകൊണ്ട് പോഹയൊക്കെ കഴിച്ചു. പോഹ എനിക്ക് പണ്ടോട്ടെ എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. പിന്നെ എനിക്ക് നല്ല വിശപ്പായതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ തൈരും എല്ലാം കഴിച്ചതിൻ്റെ ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ ഉച്ചക്കലത്തെ ലഞ്ച് കൊണ്ടുവന്നു. ലഞ്ചിന് ചോറ്, ദാല്, പനീർ, ദഹി, പിന്നെ ഒരു സബ്ജി, അച്ചാർ അങ്ങനെയൊക്കെയായിരുന്നു. നല്ല വിശന്നിരുന്നുകൊണ്ട് തന്നെ കിട്ടിയ പാടെ ഞാൻ ചോറിനകത്ത് ദാലൊക്കെ മിക്സാക്കി. വേറൊന്നും നോക്കിയില്ല. അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ എന്നെ നോക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ നോക്കിയില്ല. ഭയങ്കര ആക്രാന്തത്തോടെയാണ് ഞാനെല്ലാം കഴിച്ചത്. അങ്ങനെ അവസാനം കാടും കൂടിയൊക്കെ എടുത്ത് അതും കൂടി അത് പൊട്ടുന്നുമില്ലായിരുന്നു. പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ശേഷം അതും കൂടി എല്ലാം കഴിച്ചു. അതെല്ലാം കഴിച്ചപ്പോഴത്തേക്കും ഒരാശ്വാസമായി. പിന്നെ ഗുലാബ് ജാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്ത് ട്രെയിനകത്ത് ഇങ്ങനെ ഇരുന്നപ്പം നന്നായിട്ട് മഴക്കോളൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തിയപ്പോൾ ചെറുതായിട്ടിങ്ങനെ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യണമായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ഒരിടത്ത് സ്റ്റേ ചെയ്തു. അവിടെ നല്ല പോർക്കിൻ്റെ കറിയും ചോറും മത്തിക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത ഒരു മലയാളി സാറായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് അങ്ങനെ നമ്മൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഒന്ന് ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു. അതിന് ശേഷം കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ഇരുന്ന് ചില നേരം ഇരുന്നുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. 2-3 പോസായിരിക്കും എനിക്കുള്ളത്. പക്ഷേ എൻ്റെ കെട്ടിയവൻ എപ്പോഴും ഒരേ പോസായിരിക്കും. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി. ഇവിടെ തന്നെ എല്ലാം റെഡി ആവണമായിരുന്നു. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം വൈകിട്ടായിരുന്നു അടുത്ത ഫ്ലൈറ്റ്. അങ്ങനെ എല്ലാം റെഡിയായി ഇറങ്ങി.